ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള ഊർജ്ജ പ്രതിസന്ധിയിൽ ലോകം നട്ടം തിരിയുമ്പോൾ ഒട്ടും കൂസലില്ലാതെ മുന്നോട്ടു പോകുകയാണ് ചൈന. ഊർജ്ജരംഗത്ത് സ്വയം പര്യാപ്ത എന്ന ലക്ഷ്യത്തോടെ 2 പതിറ്റാണ്ടായി നടത്തുന്ന ബദൽ ശ്രമങ്ങളാണ് ചൈനയ്ക്കിപ്പോൾ ഗുണകരമായത്. തങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജത്തിന്റെ 15% മാത്രമാണ് ഇപ്പോൾ ചൈന ഇറക്കുമതി ചെയ്യുന്നതെന്നാണ് കണക്കുകൾ. ഇന്ധന ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, രാജ്യാന്തര ഊർജ്ജ മേഖലയിലെ മാറ്റങ്ങളുടെ പ്രത്യാഘാതം കുറയ്ക്കുക എന്നിവയായിരുന്നു ഈ സമഗ്ര പദ്ധതിയുടെ ലക്ഷ്യം. കാറ്റ്, സൗരോർജം, ജലവൈദ്യുതി എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ കാര്യക്ഷമമാക്കുകയായിരുന്നു ആദ്യപടി. ഒപ്പം കടലിലും കരയിലുമുള്ള എണ്ണപ്പാടങ്ങളിൽ കൂടുതൽ ആഴത്തിൽ ഖനനം നടത്തി. കൂടുതൽ എണ്ണ വിതരണത്തിനായി വിവിധ രാജ്യങ്ങളുമായി കരാറുകളിൽ ഏർപ്പെട്ടു. ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള എണ്ണ പ്രതിസന്ധിയിൽ ചൈന ഉലയാതെ നിൽക്കുന്നത് ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നാണ് US ചാനലായ CNN റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ പ്രത്യേക താൽപര്യത്തിലാണ് ഊർജ്ജ സ്വയം പര്യാപ്തയാക്കി 2 പതിറ്റാണ്ടായി വൻകിട നീക്കങ്ങൾ നടന്നത്. മുൻഗാമികൾ എണ്ണവാതക സ്രോതസ്സുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പുറം ലോകത്തെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും കുറയ്ക്കാനായിരുന്നു ഷീ ജിൻപിങ്ങിന്റെ ശ്രമം. ഏറ്റവും മോശം സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആസൂത്രണങ്ങളും തന്ത്രങ്ങളും പിന്തുടരണം എന്നതാണ് ഷീ ജിൻപിങ്ങിന്റെ നയം. ഇതാണിപ്പോൾ ഫലം കണ്ടതെന്ന് CNN വിശകലനം വ്യക്തമാക്കുന്നു. മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ധനക്ഷാമത്തെ തുടർന്ന് നെട്ടോട്ടമോടുമ്പോൾ ചൈന സ്വന്തം ഊർജ്ജ സമ്പത്ത് കൊണ്ട് ഇതിനെ നേരിടുകയാണ്. ചൈനയുടെ വ്യവസായ മേഖലയുടെ ഭൂരിഭാഗവും ആഭ്യന്തര ഊർജം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇവിടെ ഏറെയും. പുനരുപയോഗിക്കാവുന്ന ഊർജം, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളിൽ നിന്ന് അമേരിക്ക പിന്നോട്ട് പോകുന്ന സമയത്താണ് ചൈനയുടെ ഈ നേട്ടം. ഊർജത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2 രാജ്യങ്ങൾ പിന്തുടരുന്ന പരസ്പരം വിരുദ്ധമായ മാതൃകകളാണ് ഇത് കാണിക്കുന്നതെന്ന് CNN വ്യക്തമാക്കുന്നു. 1990കളുടെ തുടക്കത്തിലാണ് ചൈന ഊർജ ഇറക്കുമതി തുടങ്ങിയത്. ഗൾഫ് രാജ്യങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നത് ഭാവിയിൽ അപകടമാവുമെന്നത് അവർ കണക്കുകൂട്ടി. ഏതെങ്കിലും ശത്രു രാജ്യം ഭാവിയിൽ ചൈന ഇന്ധന വിതരണം തടസ്സപ്പെടുത്താൻ ഒരുങ്ങിയാൽ മലാക്ക കടലിടുക്ക് പോലുള്ള ഇടുങ്ങിയ ജലപാതകൾ ഭീഷണിയാകുമെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞു. കടൽ വഴിയുള്ള എണ്ണ വിതരണം കുറയ്ക്കുകയായിരുന്നു ഇതിന് മറികടക്കാനുള്ള ആദ്യപടി. ഗൾഫ് രാജ്യങ്ങൾ റഷ്യ, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്ന് കരമാർഗം എണ്ണയും വാതകവും എത്തിക്കാൻ വൻതുക ചെലവിട്ട് പൈപ്പ് ലൈനുകൾ നിർമ്മിച്ചു. ഇന്ധന സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുകയും ചെയ്തു. ഉൾപ്രദേശങ്ങളിലും കടലോരങ്ങളിലും സൗരോർജ കാറ്റാടി നിലയങ്ങൾ അതിവേഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചൈന. കുറഞ്ഞ ചിലവിൽ ഇലക്ട്രിക് കാറുകളുടെ ബാറ്ററി നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ചൈനീസ് കമ്പനികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ പെരുകാൻ കാരണമായി. അസംസ്കൃത വസ്തുക്കളുടെ വിതരണ ശൃംഖലയിലെ ആധിപത്യം ചൈനയ്ക്കിതിന് സഹായമായി. ആഗോള ജലവൈദ്യുത ശേഷിയുടെ 1/3 ഇപ്പോൾ തന്നെ ചൈനയുടെ കയ്യിലാണ്. പടിഞ്ഞാറൻ മലയോര മേഖലകളിൽ വൻകിട അണക്കെട്ടുകൾ നിർമ്മിച്ച് ഈ ശേഷി ഇനിയും വർദ്ധിപ്പിക്കുകയാണ് അവർ. ന്യൂക്ലിയർ ഫ്യൂഷൻ, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ പുതുതലമുറ സാങ്കേതിക വിദ്യകളിൽ മുൻഗാമികളാകാനും ചൈന തീവ്ര ശ്രമങ്ങളിലാണ്. വടക്കൻ പ്രവിശ്യകളിലെ വൻപിച്ച കൽക്കരി നിക്ഷേപങ്ങൾ വൈദ്യുത നിലയങ്ങൾക്കും പുനരുപയോഗ ഊർജ്ജ വിതരണത്തിനും ഏറെ സഹായകമാണ്. വ്യവസായ മേഖലയുടെ വലിയൊരു ഭാഗം പ്രവർത്തിക്കുന്നത് പുനരുപയോഗ ഊർജ്ജം, കൽക്കരിയിൽ നിന്നുള്ള വൈദ്യുതി എന്നിവയിലാണ്. റോഡിയം ഗ്രൂപ്പിന്റെ 2025 പഠനപ്രകാരം പുതിയ വാഹനങ്ങളിൽ പകുതിയിലധികം ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങളാണ്. ഇത് എണ്ണയുടെ ആവശ്യകത പ്രതിദിനം 10 ലക്ഷം ബാരലിലധികം കുറച്ചിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ വർഷം ആദ്യപാദത്തിൽ ചൈന ഹരിത സാങ്കേതിക വിദ്യകളുടെ കയറ്റുമതിയിൽ വൻ വർധന രേഖപ്പെടുത്തി. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ കയറ്റുമതിയിൽ 78%, ലിഥിയം ബാറ്ററികളിൽ 50%, കാറ്റാടി യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളിൽ 45% വർധനവാണുണ്ടായത്. എന്നാൽ ഇപ്പോഴും ഊർജ്ജ രംഗത്ത് അനേകം പ്രതിസന്ധികൾ ചൈന അഭിമുഖീകരിക്കുന്നതായി CNN റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഇറക്കുമതിക്കാരനാണ് ചൈന. ലോകത്തിലെ ഏറ്റവും വലിയ കാർബൺ പുറന്തള്ളൽ രാജ്യവും. ഫോസിൽ ഇന്ധന ശീലം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ ചൈനയ്ക്ക് ഇനിയും സാധിച്ചിട്ടില്ല. ചില വ്യവസായങ്ങൾക്കും ഗതാഗതത്തിനും അവ ഇപ്പോഴും ആവശ്യമാണ്. ഇറാൻ യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക അസ്ഥിരതകളിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാനും ചൈനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വിമാന ഇന്ധന വില വർധനവ് ചൈനയെയും ബാധിച്ചിട്ടുണ്ട്. ടിക്കറ്റ് നിരക്കുകൾ ഉയർന്നു, വിമാനങ്ങൾ റദ്ദാക്കി, ഒപ്പം ഗതാഗത ചെലവ് വർദ്ധിച്ചു. ആഗോള ചരക്ക് വിലയിലുണ്ടായ വർധനവ് ഉൽപാദന മേഖലയിലെ വില നിലവാരത്തെ സ്വാധീനിക്കുകയും ചെയ്തു. ഹോർമൂസ് പ്രതിസന്ധിയെ പൂർണ്ണമായും അതിജീവിക്കാനും ചൈന ബുദ്ധിമുട്ടിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന എണ്ണയുടെ ഏകദേശം 38%, ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 23% ചൈനയിലേക്കാണ്. ചൈനയുടെ ഇറക്കുമതി എണ്ണയുടെ പകുതിയോളവും പ്രകൃതിവാതകത്തിന്റെ 1/6 ഈ പാത വഴിയാണ് വരുന്നത്. എങ്കിലും ചൈന പുതിയ തന്ത്രങ്ങളിലൂടെ ഇത് മറികടക്കുകയാണ് എന്നാണ് CNN റിപ്പോർട്ട് നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.